പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീരകഥകൾ, വീരകഥകൾ, അത്ഭുത കഥകൾ പാടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ തിരുവോണം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സംതൃപ്തിയോടുകൂടി ആഘോഷിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ അവിട്ടം ദിനത്തിലും എല്ലാവരും സുഖസംതൃപ്തിയിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാമൻ തുടങ്ങുന്നു. നമുക്കറിയാം, ഈ വർഷത്തെ ഓണം സമയത്ത്, ഓണം ദിനങ്ങളിൽ ആരോഗ്യരംഗത്തെ ഒരു എമർജൻസി മൂലം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് ഇളം തലമുറക്കാർക്ക് ഒരു ബോറടിയും നിരാശയും ഉണ്ടാകാൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മുൻ വർഷങ്ങളിൽ ഇതേമാതിരി ഓണം ഉണ്ടായപ്പോൾ നമ്മുടെ മുൻ വർഷങ്ങളിലെ തെറ്റായ ജീവിത രീതി മൂലമുണ്ടാകുന്ന ജീവിത തിരക്കുകൾ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന തിരക്കുകളാണ്. തെറ്റായ ചിന്താഗതി മൂലം ഉണ്ടാകുന്ന ജീവിത തിരക്കുകളിൽ നിന്ന് തിരക്കുകൾക്കിടയിൽ കടന്നു വരുന്ന ഓണത്തെ നമ്മൾ കാര്യമായി ഗവനിച്ചില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻറ്റോടു കൂടി ഓണം ആഘോഷിച്ചില്ല. അങ്ങനെ നഷ്ടപ്പെട്ട ഓണദിനങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് ഈ വർഷത്തെ ഓണം എന്ന് ചിന്തിക്കുന്നത് നല്ലൊരു ആശ്വാസവും ഒരു മാനസിക സമ്പത്തുമായിരിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അതായത് ദുഃഖകരമായ ഒരു അവസ്ഥ മൂലം ഓണം ആഘോഷിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. അവർക്ക് ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ഉള്ള മനഃശക്തി സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണമായാലും മറ്റെന്ത് ആഘോഷമായാലും നമുക്കുണ്ടാകുന്ന ആനന്ദവും ആവേശവും നമ്മുടെ ചുറ്റുപാടുകൾ നിർമ്മിക്കുന്നതല്ല, നമ്മുടെ മനസ്സിൽ തന്നെയാണ് ആ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരോഗ്യവകുപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓണം ആഘോഷിക്കാം. അതാണ് പറഞ്ഞു വരുന്നത്. ഓണം ദിനങ്ങളിൽ നമ്മൾ കുടുംബസമേതം മുത്തച്ഛന്മാരും മുത്തച്ഛന്മാരും എല്ലാ ഇളം തലമുറക്കാരും അടക്കമുള്ള എല്ലാ വിഭാഗം കുടുംബത്തിലെ ആൾക്കാരും ഒരുമിച്ചിരിക്കുന്ന, ഒരു മണിക്കൂറെങ്കിലും ഒരുമിച്ചിരിക്കുന്ന പരിപാടികളാണ് വേണ്ടത്. ഓരോ ആൾക്കാർ അവരവരുടെ ഒരു സോഷ്യൽ മീഡിയയിലോ മറ്റോ ഉള്ള താല്പര്യം മൂലമെടുത്ത് ഓരോ വ്യക്തിപരമായ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ ഇരട്ടിയായിരിക്കും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അവർക്ക് മുത്തശ്ശന്മാർക്ക് അവരുടെ പഴയ കാലത്തെ ഓണം ഓർമ്മകൾ സജീവമായി ഉണ്ടാകുന്ന തരത്തിലുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്കറിയാവുമെങ്കിൽ നമ്മൾ തന്നെ പാടിക്കൊടുക്കുക. അപ്പോൾ അവരുടെ മുഖത്ത് പഴയ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാം പരിസരം മറന്നു പോകും. അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചൈതന്യം, ആ ഊർജം നമ്മളിലേക്കും കൂടി ഉണ്ടാകും. ആ ചൈതന്യം നമ്മളിലേക്കും കൂടി പകരും എന്നാണ് മാമൻ പറഞ്ഞു വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവരോടൊത്ത് അല്പസമയം ഇരുന്നതിന് ശേഷം പിന്നീട് നമുക്ക് നമ്മുടേതായ എൻജോയ്മെൻറ്റിലേക്ക് വരാം. ഇനി പറയാനുള്ളത് മദ്യത്തെക്കുറിച്ചാണ്. തെറ്റായതും അനാവശ്യവുമായ ചിന്താഗതികൾ കൊണ്ട്, ചില സങ്കല്പങ്ങൾ കൊണ്ട് ഓണവും മദ്യവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് ആ സങ്കല്പങ്ങൾ. ഓണവും മദ്യവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഓണമല്ലേ, ഇതില്ലാതെ എങ്ങനെയാണ് എന്ത് ഓണം എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. ഈ മനോഭാവത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. അതിനാൽ ഓണദിനങ്ങൾ കഴിയുന്നത് വരെയെങ്കിലും മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരപേക്ഷയാണ്.
ഓക്കെ. അതായത് കഴിഞ്ഞ കാലത്തിൽ നിന്നുണ്ടായ തെറ്റായ ധാരണ മൂലവും ഭാവിയിൽ ഇനിയും ഓണം ഉണ്ടാകുമല്ലോ, അപ്പോഴൊക്കെ അടിപൊളിയാകാം, ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ചിന്താഗതി മൂലവും വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന കുടുംബാംഗങ്ങളൊത്ത് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമായ വർത്തമാനകാലം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലെ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണിത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുക. ദൈവം നമുക്ക് അത്തരം നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വിടാം. ആടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീരകഥകൾ, വീരകഥകൾ, അത്ഭുത കഥകൾ.